രാധാമാധവമാടിടുന്നു ജയദേവൻ പോലെ ഞാൻ അങ്ങയെ ഗാഥാകാരനെ സാക്ഷിയാക്കി വിഹരിച്ചിടുന്നിതമ്പാടിയിൽ വാതാവിഷ്ടന് രോഗശാന്തിയരുളും നാഥാ നമുക്കെപ്പോഴും ബാധാമോചനമെന്റെ പൊന്നു ഗുരുവായൂരപ്പ രക്ഷിക്കണേ. അങ്ങനെ ഓരോരോ രാഗങ്ങൾ മനോഹരമായ വേണു ഇതിലൂടെ ഒരുപാട് രാഗങ്ങളൊക്കെ വായിച്ച് ഭഗവാൻ എല്ലാവരെയും സന്തോഷിപ്പിച്ചു. ഇവിടെ ഭഗവാൻ സന്തോഷിപ്പിച്ചു എന്നല്ല പറയുന്നത്, എല്ലാവരും മറ്റുള്ളവര് മാല കൊടുത്ത് കെട്ടിക്കൊടുത്തിട്ടും ഗോപന്മാരും ഗോപസ്ത്രീകളും അങ്ങനെ ഓരോ ഗോപികമാരാണ് രാധാകൃഷ്ണന്മാരെ ആനന്ദിപ്പിച്ചത് എന്നാണ് പറയുന്നത്. ഭാവഹാവാദികളോടെ ആനന്ദ നൃത്തം ചെയ്ത് കടാക്ഷ വിക്ഷേപങ്ങളോടെ ഗോപീജന സമൂഹം അവിടെ നിന്ന് മധുവനത്തിലെത്തി. പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന മധുവനത്തിൽ ഗോപീഗണമൊത്ത് ഭഗവാൻ രാസലീല തുടർന്നു. അങ്ങനെ മനോഹരമായ കന്ദവനത്തിലെത്തി. അവിടുന്ന് മാലതീവനത്തിലും പിന്നീട് നിബിഡമായി നിൽക്കുന്ന ആമ്രാദി വനങ്ങളിലും അതുപോലെ മാതളം, ദ്രാക്ഷം, ബദാം, കദംബം അങ്ങനെ എന്തൊക്കെയോ നിറഞ്ഞു നിൽക്കുന്ന വനങ്ങളിലേക്കൊക്കെ ഭഗവാൻ എത്തി എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ കളിപ്പിച്ച് ആവുമ്പത്തേക്ക് അവർക്ക് അഹങ്കാരം വന്നു എന്ന് പറഞ്ഞു. അതൊക്കെ ഇന്നലെ പറഞ്ഞതല്ലേ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? രാധയെയും കൂട്ടി അവിടെ അന്തർധാനം ചെയ്തു. ബാക്കിയുള്ള ഗോപികമാരെ, അതാണ് ഭഗവാന്റെ ഒരു സ്വഭാവം. അഹങ്കാരം എവിടെ ഉദിക്കുന്നു അവിടെ ഭഗവാൻ ഉണ്ടാവില്ല. രാധയെ കുട്ടിയാണ് പോയത് അവിടെ. ഇപ്പൊ രാധക്കും വരും അഹങ്കാരം. അങ്ങനെ വിജനമായ കൊടുങ്കാറ്റിലകപ്പെട്ട മാൻപേടകളെ പോലെ അവരെല്ലാം കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അലഞ്ഞ് നടന്ന് കരഞ്ഞ് എല്ലാവരോടും ചോദിക്കാൻ തുടങ്ങി. കണ്ടോ, നിങ്ങള് കണ്ടോ? ഒന്നേ തേന്മാവേ, നിങ്ങളൊക്കെ കണ്ടിരുന്നോ? ഞങ്ങളുടെ കണ്ണനെ കണ്ടോ? മാൻപേട കണ്ടോ? അങ്ങനെ ഓരോന്നിനോടും ചോദിച്ച് അവരിങ്ങനെ നടക്കാൻ തുടങ്ങി. ആ സമയത്ത് എന്ത് ചെയ്തു? ധ്യാനിച്ചു. അതാണ് പറയുന്നത്. ഭഗവാനെ ധ്യാനിച്ചു, നാമം ജപിച്ചു, നാമം ജപിച്ചു. അവർ ശ്രീകൃഷ്ണ രൂപികളായിരുന്നു. എല്ലാവരും ഇപ്പം ഗോപികമാരല്ല, അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം തന്നെ അവരായി. വേട്ടാളനെ ധ്യാനിക്കുന്ന പുഴു വേട്ടാളനെ തീരാമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ ഇവര് വിളിച്ച് നാമം ജപിച്ചും കരഞ്ഞവര് ഭഗവാൻ തന്നെ ആയി തീർന്നു എന്ന് പറയുന്നത്. ക്ഷീണിച്ച് അവശരായി കൃഷ്ണനെ തേടിക്കൊണ്ട് നടക്കുമ്പോൾ ഭഗവത് കൃപയാൽ അവിടുത്തെ പാദചിഹ്നം ഭൂമിയിൽ പതിഞ്ഞു കിടക്കുന്നത് കണ്ടു. അത് കാണാനിടയായി. ഭഗവാനാകട്ടെ രാധ ഒന്നിച്ച് അന്തർധാനം ചെയ്തതിനു ശേഷം സങ്കേതവടം എന്ന വനത്തിലെത്തി. അവിടെ വെച്ചൊരു പുഷ്പമാല കോർക്കാൻ ആരംഭിച്ചു. കൃഷ്ണന്റെ നീലാളകങ്ങൾ നെറ്റിമേൽ ഭംഗിയായി ഒതുക്കി വെച്ച് ആ പുഷ്പമാല ഭഗവാന്റെ ശിരസിലണിഞ്ഞു. രാധയും കൃഷ്ണനും ഭദ്രവനം, വില്ലവനം, കോകിലവനം എന്ന് വേണ്ട ഒരുപാട് വനങ്ങളിൽ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ഗോപികമാരെന്ത് ചെയ്തു? അവർ ശംഖചക്രാദി ചിഹ്നങ്ങളുള്ള ശ്രീകൃഷ്ണ പാദമുദ്രകൾ നോക്കി നടന്നു തുടങ്ങി. ആ പാദരേണുക്കൾ തൊട്ട് ശിരസിലണിഞ്ഞു. സൂക്ഷിച്ചു നോക്കിയ സമയത്തോ വേറൊരു കാലടി അടയാളം കൂടി അവർക്ക് കാണുമാറായി. അത് സ്ത്രീയുടെ കാൽപ്പാടുകൾ പോലെ തോന്നി. അതിലുണ്ട് അടയാളം. കേതുകൊണ്ട്, പത്മമുണ്ട്, അങ്കുശമുണ്ട് മുതലായ ചിഹ്ന വിശേഷങ്ങൾ അതിലും കണ്ടു. രാധ കൂടി ഭഗവാൻ ഒന്നിച്ചുണ്ടെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു. ഗോപിമാർ നടന്ന് ഗോകുലവനത്തിലെത്തി. കൃഷ്ണൻ നടന്നടുക്കുന്ന ഗോപികമാരുടെ കാൽച്ചിലങ്കകളുടെ ശബ്ദം കേട്ട് രാധയോട് പറഞ്ഞു, രാധേ വേഗം നടക്ക്, അവർ നമ്മുടെ അടുത്തെത്തി. അവർ നിന്നെ കണ്ട പിടിച്ചു കൊണ്ടുപോകൂട്ടോ. അപ്പൊ രാധക്ക് ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ അഹങ്കാരം തോന്നി. രാധ പറഞ്ഞു, ഞാൻ വീട് വിട്ട് പുറത്തിറങ്ങാതവളല്ലേ കണ്ണാ, എനിക്ക് ഒറ്റ ദേശം നടക്കാൻ കഴിയുന്നില്ല, അവിടെ നിന്ന് ചുമന്നുകൊണ്ട് നടക്കുക. അയ്യോ. ഭഗവാൻ ഉടനെ തന്നെ പീതാംബരം കൊണ്ട് രാധയ്ക്ക് വീശിക്കൊടുത്ത് ക്ഷീണം തീർത്ത് പിന്നെയും രാധ നടക്കാൻ കൂട്ടാകാതെ അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ട് ഭഗവാൻ പറഞ്ഞു, നീ എന്നെ ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്നെന്ന് എനിക്കറിയാം. ക്ഷീണം മാറിയിട്ടില്ലെങ്കിൽ എന്റെ ചുമലിൽ കയറിക്കോളൂ. ഇതാ നിനക്ക് കയറാൻ തന്നെയല്ലേ എനിക്ക് ചുമലുണ്ടായിരിക്കുന്നത്. ചുമലിൽ കയറാൻ തയ്യാറായി നിൽക്കുന്ന
നിന്ന് രാധ ഒന്ന് ആ പട്ടൊക്കെ ഒന്ന് മേലോട്ട് കയറ്റി ഒരു കാലൊക്കെ പൊക്കി നല്ല ഭഗവാന്റെ ചുമലിൽ കയറാൻ നോക്കുന്ന സമയത്തോ ചടപടക്കെട്ടി താഴെ വീഴുന്നു. അവിടെ ഭഗവാനില്ല. പെട്ടെന്ന് അന്തർധാനം ചെയ്തു. ആ കോകിലവനത്തിൽ ഭഗവാൻ അത് ഉപേക്ഷിക്കപ്പെട്ട രാധ രാത്രിയുടെ ഏകാന്തതയിൽ അത്യന്തം ഭയപ്പെട്ടു. ദുഃഖം സഹിക്കവയ്യാതെ ഉറക്കെ കരഞ്ഞു തുടങ്ങി. അപ്പോഴേക്കും ഗോപികമാരെല്ലാവരും അവിടെ വന്നു ചേർന്നു. ഗോപികൾ രാധയെ പരിചരിച്ചു. അനുനയവാക്കുകൾ പറഞ്ഞ് രാധയെ ഗോപീജനെ സാന്ത്വനപ്പെടുത്തി. തന്റെ അഹങ്കാരം കൊണ്ട് കൃഷ്ണൻ തന്നെ വിട്ടുപോയ വർത്തമാനം രാധ പറഞ്ഞത് കേട്ട് ഗോപിമാർ വിസ്മയിച്ചു. ഇത് അത്ഭുതമായിരിക്കണല്ലോ. രാധയുടെ നിർദ്ദേശപ്രകാരം അവർ എല്ലാവരും ചേർന്ന് യമുനാ നദീ തടത്തിലിരുന്ന് ശ്രീകൃഷ്ണ ദർശനത്തിന് വേണ്ടി പാട്ടുപാടാൻ തുടങ്ങി. ഭഗവാന്റെ ഓരോരോരോരോരോ ഗുണങ്ങളെ ഓരോന്നായി വർണ്ണിച്ചുകൊണ്ടവർ സ്തുതിച്ചു. അവിടുത്തെ വിരഹത്തിൽ അവരനുഭവിക്കുന്ന തീവ്രമായ ദുഃഖത്തെപ്പറ്റി കേണുകൊണ്ട് നിവേദനം നടത്തി. സൗദാസപത്നിയേക്കാൾ അധികം നളപത്നിയായിരുന്ന ദമയന്തിയും അതിലുമധികം ജനകാത്മജയായ സീതയും വിരഹദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ എത്രയോ അധികം ദുഃഖം ഞങ്ങളിതാ അനുഭവിക്കുന്നു. കണ്ണാ, ഞങ്ങളിങ്ങനെ സങ്കടപ്പെടുത്തല്ലേ, ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണേന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ഈ ഗോപീജനം. അങ്ങനെ സങ്കടം കണ്ട സമയത്ത്, അതാണ് ഭഗവാന്റെ ഒരു സ്വഭാവം, സങ്കടം കാണാൻ കഴിയില്ല. വല്ലാതെ സങ്കടം വരുന്നു. അത് ശരിയായൊരു കള്ളക്കരച്ചിലല്ലാതെ അങ്ങനെയുള്ളൊരു ദുഃഖം ആണെന്ന് ഭഗവാന് മനസ്സിലായി കഴിഞ്ഞാൽ ഭഗവാൻ അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നല്ലേ പറയുന്നത്. അങ്ങനെ ഭഗവാൻ ആർദ്രമനസ്കനായി അവരുടെ മുമ്പില് അവർക്ക് ദർശനം നൽകി. എങ്ങനെയാണ് ദർശനം നൽകിയത്? സാക്ഷാൽ മന്മഥനായിട്ട്, മന്മഥനെയും കൂടി തോൽപ്പിക്കുന്ന മന്മഥൻ അല്ലെങ്കിലും അതെ, അതും അത്രയും സൗന്ദര്യം. മിന്നുന്ന കിരീടമുണ്ട്, കുണ്ടലങ്ങളുണ്ട്, തോൾവളകളുണ്ട്. ആ നീലശലക്ഷണ കേശം ജ്വലിതമകരതൽ കുണ്ടലം മന്ദഹാസ്യന്താർദ്രം കൗസ്തുഭ ശ്രീപരിഗത വനമാലോരു ഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും സ്വരളിത അങ്ങനെ ആ രൂപത്തിൽ ഭഗവാൻ അവരുടെ മുമ്പില് പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനെ കണ്ടவுടനെ ഒന്നായി എഴുന്നേറ്റ് വരികയും രാധയോടൊന്നിച്ച ഗോപീജനങ്ങളുടെ മധ്യത്തിൽ ഭഗവാൻ മന്മഥൻ രതിയുമൊത്തെന്നതുപോലെ നൃത്തം ചെയ്തു. രാധാമാധവ നാടി. എത്ര ഗോപികളുണ്ടോ അത്രയും രൂപം കൈക്കൊണ്ടു ഭഗവാൻ. ഓരോരുത്തരുമേ നൃത്തം ചെയ്തു. ഓരോരുത്തരും അവനവന്റെ ഒന്നിച്ചിരമിക്കുന്ന കൃഷ്ണനോട് തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു, ഹരേ, ഈ ലോകത്തിന് സർവവും പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് അങ്ങേ മാത്രം ആശ്രയിച്ച ഞങ്ങളെ വിട്ട് അങ്ങ് എവിടെയാണ് പോയിരുന്നത് ഭഗവാന്? ഭഗവാൻ പറഞ്ഞപ്പോ പുഷ്കരദ്വീപിൽ ഹംസൻ എന്ന മഹർഷി ദൈത്യമന്തോദകത്തിൽ മുങ്ങിക്കൊണ്ട് തപസ് ചെയ്യുന്നു. അഹൈതുക ഭക്തിയോടെ എന്നെ ധ്യാനിച്ചുകൊണ്ട് നടന്നാളായി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് അരയോജന വലിപ്പമുള്ളൊരു മത്സ്യാകൃതി കവഞ്ഞ് പൗണ്ടറിൽ നിന്നാത്തൊരു ഒഴുങ്ങി ഹംസമിന് കഷ്ടത്തിലകപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ രക്ഷിപ്പാൻ ഞാൻ അവന്റെ ശിരച്ഛേദം ചെയ്തു. മുനെ രക്ഷിച്ചതിന് ശേഷം ശ്വേതദ്വീപിലെത്തി. ശേഷപര്യങ്കത്തിൽ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. ദുഃഖിതകളായ നിങ്ങളുടെ മനമഴിഞ്ഞ പ്രാർത്ഥന കേട്ടിതാ ഞാൻ വന്നിരിക്കുന്നുല്ലോ. സമചിത്തത പാലിക്കാൻ കഴിവുള്ള സജ്ജനങ്ങൾക്ക് മാത്രമേ എന്റെ നിരപേക്ഷ സ്വഭാവം അറിയാൻ കഴിയുള്ളൂവല്ലോ. ശേഷപര്യങ്കത്തിൽ ശയിച്ചിരുന്ന വിഷ്ണുരൂപം അപ്പൊ ഞങ്ങൾക്കും കാണണം എന്നില്ല വിചാരം, അവർക്ക് ആഗ്രഹം. ആവട്ടെ എന്ന് പറഞ്ഞ് ഭഗവാന്റെ അഷ്ടഭുജ രൂപം 8 തൃക്കൈകളോടുകൂടിയ മനോഹരമായ രൂപം കൈക്കൊണ്ടു. രത്നസൗധങ്ങളോടുകൂടിയ ക്ഷീരസാഗരം അവിടെ ആവിർഭവിച്ചു. അനന്തൻ തന്റെ പണങ്ങൾ കുടകളായി നിവർത്തിപ്പിടിച്ചു ഭഗവാന്. ശേഷശായിയായി ഭഗവാൻ സുഖമായി ഉറങ്ങിക്കിടന്നു. രാധാദേവി വരിക തന്നെ ഇരുന്ന് പാദശുശ്രൂഷ ചെയ്തു. അനേകം മാർത്താണ്ഡപ്രഭചിതറുന്ന ദിവ്യരൂപം ദർശിച്ച ഗോപിമാർ ഹർഷപുളകിതരായി ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഗോപിമാർക്ക് ഭഗവത് ദർശനം കിട്ടിയ ആ സ്ഥലത്ത് ഇന്നും ഒരു ക്ഷേത്രമുണ്ട്. അവിടുത്തെ ദർശനം അത്യന്തം പുണ്യപ്രദമാണ്. അവിടെ ഒന്ന് തൊഴുതാൽ തന്നെ എത്രയോ പുണ്യം ചെയ്തതിന്റെ ഫലം ഉണ്ടാവുന്ന പറയണ.
അനന്തരം കാളിന്തി തീരത്ത് വന്ന് ഗോപിമാരും ഭഗവാനും ജലക്രീഡക്കൊരുങ്ങി. രാധയുടെ പക്കൽ നിന്നും ലക്ഷതള പത്മം തട്ടിയെടുത്ത് ചിരിച്ചുകൊണ്ട് നീന്തി അകന്നു പോയി. രാധയാകട്ടെ കരക്ക് വെച്ചിരുന്ന പീതാംബരും ഓടക്കോലും കാലിക്കോലും എടുത്ത് ഒളിപ്പിച്ചു വെച്ച് വെള്ളത്തിലിറങ്ങി. ഓടക്കോലിനും പീതാംബരത്തിനും വേണ്ടി ഭഗവാൻ ആവശ്യപ്പെട്ടപ്പോൾ തന്റെ താമര തരൂ, എന്നാൽ അങ്ങയുടെ കാലിക്കോലും ഓടക്കോലൊക്കെ തരാലോ എന്ന് പറഞ്ഞു രാധ. അങ്ങനെ പൂവെറിഞ്ഞു കൊടുത്തു. പീതാംബരവും മുരളിയും രാധാകൃഷ്ണന് നൽകുകയും ചെയ്തു. കാളിന്തിയിൽ നിന്നും കയറി വനമാലയും മുരളിയുമായി കൃഷ്ണൻ ഭാണ്ഡീര വനത്തിലേക്കാണ് പോയത്. അവിടെ ചെന്ന് കുങ്കുമവും കുറിക്കൂട്ടും കൃഷ്ണൻ രാധയെ അണിയിച്ചു. ഒരു തരം തമാശ തന്നെ, ഭഗവാൻ ഒരു തരം തമാശ. കീർത്തിനന്ദിനിയായ രാധയും ചന്ദനം കസ്തൂരി മുതലായതുകൊണ്ട് ഭഗവാന്റെ തിരുമുഖം നന്നായി അലങ്കരിച്ചു. പിന്നീട് ഗോപീവൃന്ദത്തോടത്ത് രാധാകൃഷ്ണന്മാർ താലജംഘവനത്തിലേക്കാണ് പോയത്. അവിടെ വെച്ച് താലജംഘവനത്തിൽ ധാരാളമായി കണ്ട പുഷ്പങ്ങൾ എറുത്ത് ഭഗവാൻ എല്ലാ ഗോപിമാരുടെയും മുടിയിൽ അണിയിച്ചു. സുഗന്ധ ശീതളമായ മന്ദമാരുതനേറ്റ് ആ കാളിന്തീതരത്തിൽ വിശ്രമിച്ച് ജലക്രീഡ മൂലമുണ്ടായ ക്ഷീണം തീർത്തു. അവിടെ വിശ്രമിച്ചു. പിന്നീട് എല്ലാവരും ചേർന്ന് മഹാപുണ്യവനം എന്ന സ്ഥലത്തേക്ക് നീങ്ങി. ഗോപികമാരുടെ ഗാന താളങ്ങൾക്കൊത്ത് രാധാകൃഷ്ണന്മാർ രാസനൃത്തം തുടങ്ങി. അങ്ങനെയാണ്. ആ സമയത്ത് അവിടെ വെച്ചൊരു വിശേഷ സംഭവം ഉണ്ടായി. വൈശ്രവണ അനുജനായി ശംഖചൂടൻ എന്നൊരു യക്ഷനുണ്ടായിരുന്നു. ആരാ? ശംഖചൂടൻ എന്ന് പറഞ്ഞാല് വൈശ്രവണന്റെ അനുജൻ എന്നാണ് പറയുന്നത്. തനിക്ക് സമനായ ഗതാഗത നൈപുണ്യത്തിൽ മറ്റാരുമില്ലെന്നാണ് ഇയാളുടെ ആകാരം. അങ്ങനെ അവൻ ഒരിക്കൽ കംസന്റെ ഗതാഗത കുശലതയെ പറ്റി കേൾക്കാനിടയായി. ശംഖചൂടൻ എന്ത് ചെയ്തു? കംസനെ തേടി മധുരാവതിയിൽ ചെന്നു. ലക്ഷഭാരം ഗതയുമായി ചെന്ന ശംഖചൂടൻ കംസനെ നമസ്കരിച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ, അഹങ്കാരം കൊണ്ടല്ല. അതിലൊറ്റ വിജയായിരിക്കുന്ന അങ്ങ് എനിക്ക് ഗതായുധം തരണം, നമുക്കൊന്ന് പിടിച്ചു നോക്കിയാലോ. ഇന്ദ്രനെ കൂടെ ജയിച്ച് സിംഹാസനവും ചിത്രവും അമരാവതിയിൽ നിന്നും ബലാത്കാരമായി കൊണ്ടുവന്ന ഗതായുധ നിപുണനായ അങ്ങയോട് യുദ്ധം ചെയ്യാനാണ് എന്റെ ആഗ്രഹം. അങ്ങ് ജയിച്ചാൽ ഞാൻ അങ്ങയുടെ ദാസം സ്വീകരിക്കാം, മറിച്ചായാലോ അങ്ങന്റെ കിങ്കരനായിരിക്കുക. അത്രയേ ഉള്ളൂ, നമുക്ക് പൈസ വെച്ചിട്ടൊന്നും തെറ്റ് വേണ്ട. അങ്ങനെ പറഞ്ഞ് പണയം നിശ്ചയിച്ചുകൊണ്ട് ശംഖചൂടനും കംസനും തമ്മിൽ യുദ്ധം തുടങ്ങി. കംസനെ ജയിക്കാൻ ശംഖചൂടനാവില്ല. യുദ്ധം ഭയങ്കരമായി തീർന്നു. ജയ അപജയങ്ങൾ രണ്ടുപേർക്കും ഇല്ലാതെ ദിവസങ്ങളോളം പൊരുതി. അവരെ രണ്ട് ഗതകളും കൂട്ടിയിട്ടിച്ച് പൊട്ടിപ്പൊട്ടിയായി തീർന്നു. കോപിച്ചു നിന്ന് യക്ഷനെ കംസൻ മുട്ടി ചുരുട്ടി കൊടുത്തൂരിട്ടി. യക്ഷനും പകരം പ്രഹരിച്ചു. 27 ദിവസം യുദ്ധം ചെയ്തിട്ടും രണ്ടുപേരും ഒരേ നിലക്ക് തന്നെ നിന്നു. തോൽവിയില്ല, ജയവുമില്ല. കംസൻ ശംഖചൂടന് 100 യോജന മേലോട്ടെറിഞ്ഞു. കംസനെ കൂടെ പൊക്കിയെടുത്തുയർന്ന യക്ഷൻ മുകളിലെത്തിയപ്പോൾ കംസൻ അത്രയും ദൂരം താഴോട്ടെറിഞ്ഞു. മേലോട്ട് യക്ഷനെ എറിയുന്ന സമയത്ത് യക്ഷനും തിരിഞ്ഞ് കംസനും കൂടി പിടിച്ചിട്ടാണ് മേലോട്ട് പൊങ്ങിയത്. അവൻ വളരെ ഉയരത്തിൽ അളക്കുകയും ചെയ്തു, വിട്ടു. താഴേക്കിട്ടെ അപ്പൊ പേടിയായി. ഇങ്ങനെ യുദ്ധം മുറുകി നിൽക്കുന്ന സമയത്ത് സർവജ്ഞനായ ഗർഗാചാര്യൻ കംസനോട് പറഞ്ഞു, കംസ, നിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് വെറും വെട്ടിത്താണ് കേട്ടോ. നിങ്ങൾ തുല്യ ബലവാന്മാരാണ്. ശംഖചൂടനെ ഒന്നും ചെയ്യാൻ നിനക്ക് കഴിയുകയുമില്ല. മറ്റു ശക്തന്മാരായ പല അവസരന്മാരെയും ഐരാവതത്തെ കൂടെയും മുട്ടുകുത്തിച്ച നിന്റെ മുന്നിൽ ശംഖചൂടൻ തോൽവി സമ്മതിക്കാൻ പോകുന്നില്ല കംസ. വെറുതെ അങ്ങനെ ഒരു വിചാരം വേണ്ട. പരിപൂർണതമനായ ഭഗവാൻ ഒഴികെ മറ്റാർക്കും അങ്ങയെ കൊല്ലാൻ കഴിയില്ലെന്നതുപോലെ തന്നെ ശംഖചൂടനും ശിവന്റെ കയ്യിൽ നിന്നും വരം ലഭിച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ തമ്മിൽ സന്ധി ചെയ്ത് സൗഹൃദം സ്ഥാപിച്ചോളൂ, അതാണ് നല്ലത്. അക്ഷരാജ, ഞാൻ പറഞ്ഞത് അങ്ങയും അനുസരിക്കുക. ഗർഗാചാര്യരുടെ മധ്യസ്ഥതയിൽ രണ്ടുപേരും സന്ധിയായി ശംഖചൂടൻ സ്വസ്ഥാനത്തേക്ക് തിരിച്ചു പോകുന്ന വഴിക്കാണ്. അപ്പൊ ഇവര് എന്ത് കൂട്ടുകാരെ, അപ്പോഴാണ് വനത്തിൽ നിന്ന് രാസഗാനം കേൾക്കുമാറായത്. ഓഹോ, ഇങ്ങനൊരു പരിപാടി ഉണ്ടോ? ഒന്ന് നോക്കിയിട്ട് കാര്യം. താളമേളങ്ങളും പാട്ടും കേട്ട സ്ഥലത്തേക്ക് വെച്ചു പിടിച്ചു ശംഖചൂടൻ. രാധാദേവി ഇടതുവശത്ത് നിർത്തി
വലതുകാൽ പിണച്ചു വെച്ച് മുരളീഗാനലോലനായി നിൽക്കുന്ന ആ പൊന്നു തമ്പുരാനെയാണ് ശങ്കരൂടൻ കണ്ടത്. ഗോപിമാർ നാലുപുറവും നിന്ന് ചാമര ഛത്രാദികളാൽ വീശുന്നുണ്ട്. ഒരു ചെറിയ ബാലനായി തോന്നിച്ച ഭഗവാന്റെ സമീപത്തു നിന്നും ഗോപിമാരെ തട്ടിക്കൊണ്ടുപോകാൻ ശങ്കരൂടൻ തീരുമാനിച്ചു. കരിമ്പുലിയുടെ മുഖാണിവനി, വൃത്തികേട്, നീട്ടിയ നാവും 10 പനക്കൊത്ത വരോ എന്റെ അപ്പപ്പോ. ഒരു വലിയ ജന്തുവിനെ കണ്ട ഗോപിമാർ ഭയപ്പെട്ട് നാലുപുറവും ഓടി. ആകപ്പാടെ വലിയ ബഹളമായി. 4 ദിക്കിൽ നിന്ന് ഹാഹാകാരം ഉയർന്നു. ആ തഞ്ചത്തിൽ എന്ത് ചെയ്തു? ശതചന്ദ്രാനൻ എന്ന പേരുള്ള ഒരു ഗോപിയെയും എടുത്തുകൊണ്ട് ഈ ദുഷ്ടൻ വടക്കോട്ട് വെച്ചു പിടിച്ചു. ഭയപ്പെട്ട് കൃഷ്ണ കൃഷ്ണ എന്നുറക്കെ നിലവിളിക്കുന്ന ഗോപികയെയും കൊണ്ടുയർന്ന യക്ഷന്റെ പിന്നാലെ ഭഗവാൻ ഒരു പാന പറിച്ചുകൊണ്ടോടി. അന്തകനെ പോലെ തന്നെ പിന്തുടർന്നു വരുന്ന ഭഗവാനെ കണ്ട് ഭയപ്പെട്ട ശങ്കരൂടൻ ഗോപികയെ വിട്ട് പ്രാണഭയം കൊണ്ട് ഓടി തുടങ്ങി. കണ്ടോ, ചെറിയ കുട്ടിയാണ് പറഞ്ഞിട്ടോ കളിക്കാൻ വന്നതാണ്. എവിടെ തിരിഞ്ഞാലും വലിയ പനയും കയ്യിലെടുത്ത് നിൽക്കുന്ന ഭഗവാനെ കാണാറായി അവന്. ഹിമാലയ പ്രാന്തത്തിൽ തന്റെ വസതിക്ക് സമീപം എത്തിയ യക്ഷൻ തിരിഞ്ഞു നിന്നൊരു പന പറിച്ചെടുത്തു. ഭഗവാൻ പന കൊണ്ട് അവനെ ആഞ്ഞടിച്ചു. അവൻ മുറിഞ്ഞു വീണു. അവിടെ നിന്ന് എഴുന്നേറ്റ് മുട്ടി ചുരുട്ടി യക്ഷൻ ഭഗവാനെ പ്രഹരിച്ചു. ഭഗവാൻ അവനെ പിടിച്ച് ചുഴറ്റി എറിഞ്ഞു. യക്ഷനെ പിടിച്ചു പൊക്കി കഴുത്ത് ഞെരിച്ചു കൊന്ന് അവന്റെ മൂർധാവിൽ നിന്നും മണി ഊരിയെടുത്തു. അവന്റെ മൂർധാവിൽ ഒരു മണി ഉണ്ടായിരുന്നു അത്രേ. ശങ്കരൂടന്റെ ശരീരത്തിൽ നിന്നൊരു ജ്യോതിസ് പുറപ്പെട്ട് ശ്രീകൃഷ്ണ സഖാവായ ശ്രീരാമാവിലാണ് ലയിച്ചത്. അതെന്താ കഥ? എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ ഭഗവാനിലേക്കാണ് ലയിക്കുക. ശ്രീരാമാവിലേക്ക് ലയിച്ചു. അങ്ങനെ ശങ്കരൂടനെ വധിച്ച് മണിയും കൊണ്ട് രാസമണ്ഡലത്തിലെത്തി. ഒട്ടനെ വന്നു. ആ ചൂടാമണി ഭഗവാൻ ചന്ദ്രാനനക്ക് കൊടുത്തു. പിന്നീട് രാസലീലകൾ അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഗോപീജനങ്ങളൊന്നിച്ച് ശ്രീകൃഷ്ണൻ യമുനാതട ഭംഗി നുകർന്നു കൊണ്ട് വൃന്ദാവനത്തിൽ പ്രവേശിച്ചു. ശ്രീഹരിയുടെ വരത്താൽ ഔഷധീലതകൾ സുന്ദരികളായ സ്ത്രീകളായി ഭവിച്ചു. കാളിന്തി തീരത്തെ കടമ്പ വൃക്ഷഛായകളിൽ സുഗന്ധിയായ മന്ദമാരുതനേറ്റുകൊണ്ട് രാസാശ്രമത്തിൽ ക്ഷീണിച്ച ശ്രീഹരി രാധയൊന്നിച്ച് വിശ്രമിച്ചു. ആകാശത്തിൽ ദേവന്മാർ വീണ, മൃദംഗം, മുരു മുതലായ വാദ്യഘോഷങ്ങൾ ഗംഭീരമായി മുഴക്കിയവര്. യമുനാതടത്തിൽ ഗോപികമാരും വാദ്യങ്ങൾ ഘോഷിച്ചു. അവരും വിട്ടില്ല. ഞങ്ങൾക്കും അറിയാതൊക്കെ എന്നുള്ള ഭാവത്തില് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. ഭൈരവം, മേഘമല്ലാരം, ശ്രീരാഗം, ഹിന്ദോളം മുതലായ രാഗങ്ങളും സപ്തസ്വരങ്ങളും ആലപിച്ചുകൊണ്ട് സ്ത്രീകൾ പല ചേഷ്ടകൾ കാണിച്ചു. അവർക്ക് ഇവിടുന്ന് ഇതൊക്കെ പഠിച്ചതപ്പാ. ചിലർ ഭഗവാനുമൊത്ത് പന്ത് കളിക്കുന്നു, ചിലർ ഭഗവാന് ബലാൽ ചുംബിക്കുന്നു, ചിലർ കൃഷ്ണന്റെ കൈകൾ പിടിച്ച് ആലിംഗനം ചെയ്യുന്നു, ചിലർ വീണ വായിക്കുന്നു, മറ്റു ചിലർ ഭഗവത് ഗുണങ്ങളെ പറ്റി പാടുന്നു, ചിലർ ഭഗവാന്റെ കൈകളിൽ ചാഞ്ഞുകൊണ്ടിരിക്കുന്നു. വൃന്ദാവന ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഭഗവാന് ഗോപിമാരുടെ അവയവങ്ങൾ തഴുകിക്കൊണ്ട് അവരുടെ കുന്തളഭാരവും മൂക്കുത്തിയും മറ്റും സ്പർശിച്ചു. ഒരു ഗോപിക പകുതി ചവച്ച താമ്പൂലം ഭഗവാന്റെ വായിൽ നിന്നെടുത്ത് കടിച്ചു തിന്നു. വേറൊരുത്തി എന്തായത്? 2 വിരലുകൊണ്ട് കൃഷ്ണന്റെ കവളിൽ മന്ദമായി ഒന്ന് തട്ടിക്കൊടുത്തു. മറ്റൊരു ഗോപി എന്തായത്? കൃഷ്ണനെ പോലെ നൃത്തം വെച്ചു. മറ്റൊരുവൾ എന്തായത്? രാധയുടെ വേഷം കെട്ടി നൃത്തമാടി. ചിലർ യോഗികളെ പോലെ ധ്യാനനിരതരായി, ചിലർ ലതകളെപ്പോലെയും വൃക്ഷങ്ങളെപ്പോലെയും അനങ്ങാതെ നിന്നു. അങ്ങനെ ഗോപികന്മാർ മുഴുവൻ താന്താങ്ങളുടെ മനോരഥം സാധിച്ച് കൃതാർത്ഥരായി. ഭക്തവത്സലനായ ഭഗവാന്റെ കൃപാകടാക്ഷത്തിൽ ഗോപിമാർ പരമാനന്ദം അനുഭവിച്ചു. രാസലീലകൾക്കിടയിൽ മറ്റൊരു വിചിത്ര സംഭവം ഉണ്ടായി. ആസുരി എന്നു പേരായ ഒരു മഹർഷി ഉണ്ടായിരുന്നു. ധ്യാനപരായണനായിക്കൊണ്ട് ശ്രീകൃഷ്ണനെ മനസ്സിൽ കണ്ടുകൊണ്ട് നാരദാദ്രിയിൽ ആസുരി തപം ചെയ്തു വാണു. നാരദൻ അങ്ങനൊരു പർവ്വതം, നാരദാദ്രി. രാധാസമേതനായി നിത്യം ഹൃദയത്തിൽ വിളങ്ങിയിരുന്ന ഭഗവാൻ ഒരു ദിവസം ധ്യാനത്തിൽ ദർശിക്കപ്പെട്ടില്ല. സങ്കടം വന്നു. ധ്യാനത്തിൽ ദർശനം ലഭിക്കാത്ത വ്യസനത്തോടുകൂടി ധ്യാനം മതിയാക്കി എഴുന്നേറ്റു. എന്നിട്ടോ ബദരിയാശ്രമത്തിലേക്ക് പോയി. അവിടെയും ഭഗവാനെ കണ്ടില്ല. വിസ്മിതനായ മുനി എന്ത് ചെയ്തു? ലോകാലോകഗിരിയിൽ പോയി. അവിടെയും കാണാഞ്ഞ് പാർഷദന്മാരോട് ചോദിച്ചു. അവർക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല.
ഭഗവാൻ പോകുന്നതും വരുന്നതും ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? പിന്നീട് ശ്വേതദ്വീപത്തിൽ ചെന്നു. അവിടെയും അനന്തശയനത്തിൽ ഭഗവാനെ കണ്ടില്ല. ഭിന്നനായ മുനി പാർഷദന്മാരോട് അന്വേഷിച്ചിട്ടും ഫലമുണ്ടായില്ല. പിന്നീട് വൈകുണ്ഠത്തിൽ പോയി. അവിടെ നിന്നും ഗോലോകത്തിലേക്കും പോയി. ഗോലോക വൃന്ദാവന മണ്ഡലത്തിൽ ഭഗവാനെ കാണാഞ്ഞപ്പോൾ അവിടുത്തെ പാർഷദന്മാർ പറഞ്ഞ പ്രകാരം വാമനഖണ്ഡത്തിൽ ചെന്ന് അന്വേഷിച്ചു. പിന്നീടോ ഇവിടെ പോയി കൈലാസത്തിലും പോയി. അവിടെ കൃഷ്ണധ്യാന നിമഗ്നനായിരിക്കുന്ന മഹാദേവനെയാണ് കാണാൻ കഴിഞ്ഞത് അവർക്ക്. നമസ്കരിച്ചുകൊണ്ട് മഹർഷി പറഞ്ഞു, ഞാൻ ഗോലോകത്തിലും വൈകുണ്ഠത്തിലും ശ്വേതദ്വീപിലും ബ്രഹ്മാണ്ടം മുഴുവൻ തിരഞ്ഞിട്ടും ഭഗവാനെ കണ്ടില്ല. മഹാദേവൻ പറഞ്ഞു, മഹർഷിയെ, സമുദ്രത്തിൽ തപസ് ചെയ്തിരുന്ന ഹംസമുനിയെ രക്ഷിച്ചതിന് ശേഷം വൃന്ദാവനത്തിലെത്തി ഭഗവാൻ സഖികളൊത്ത് രാസലീലകൾ ആടുകയാണ്. ഞാൻ ഭഗവാനെ ദർശിക്കുവാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ കൂടെ പോന്നോളൂ, നമുക്ക് ഒരുമിച്ച് ഭഗവത് ദർശനം നടത്താം. ഇങ്ങനെ നിശ്ചയിച്ച് ശ്രീകൃഷ്ണ ദർശനാർത്ഥം ആസുരി മഹർഷിയുമൊത്ത് ശ്രീ മഹാദേവൻ വ്രജമണ്ഡലത്തിലെത്തി. കാളന്തി തീരത്തെ മനോഹരമായി സജ്ജീകരിക്കപ്പെട്ട രാസരംഗത്തേക്ക് കടക്കാൻ തുടങ്ങിയവരെ ചൂരല് കയ്യിൽ വേത്രവാണികളായ ചൂരൽ അത് കയ്യിൽ പിടിച്ച ദ്വാരപാലികമാർ തടഞ്ഞത്. എങ്ങോട്ടേക്കാ? പറ്റില്ല, നിങ്ങൾ ശ്രീകൃഷ്ണ ദർശനാർത്ഥം വന്നവരാണേന്ന് പറഞ്ഞു. രാസരംഗത്തിന്റെ രക്ഷയ്ക്ക് കോടിക്കണക്കിൽ ഗോപികമാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ മാത്രമേ അവിടെ പുരുഷനായിട്ടുള്ളൂ, ബാക്കിയൊക്കെ സ്ത്രീകളാണ് എന്ന് പറഞ്ഞു. ഗോപി യൂഥങ്ങൾക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ എന്നും പറഞ്ഞു. നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ദർശനം നിർബന്ധമാണെങ്കിൽ ആ മാനസ സരസിൽ സ്നാനം ചെയ്തതിനു ശേഷം മാത്രം ഇങ്ങോട്ട് വരിക. അത് കേട്ടവർ രണ്ടുപേരും മാനസ സരസിലിറങ്ങി കുളിച്ചു. സ്നാനാനന്തരം ഗോപികളായി തീർന്നു അവരെ. എന്നിട്ടകത്തേക്ക് പോയി. തണൽ വിരിച്ചു നിൽക്കുന്ന കദംബ വൃക്ഷങ്ങൾ, പൂത്തുലഞ്ഞ് സുഗന്ധം വന്നിക്കുന്ന പിച്ചക്കച്ചെടികൾ, ഭാഗ്യവന്മാരനെ പവൻ, വെള്ളിപൂശി പടുത്തു കെട്ടിയ രത്ന സോപാനങ്ങള്, മയിലുകള്, കുളക്കോഴികള്, അരയന്നങ്ങൾ എന്ന് വേണ്ട പൂങ്കുയിലുകൾ എന്നീ പല ജാതി പക്ഷികളുടെ കളകൂജനങ്ങൾ, തളിരുകളെ തലോടിക്കൊണ്ട് നടക്കുന്ന സുഗന്ധവാഹിയായ മന്ദമാരുതൻ, വീഥികൾ, സഭാമന്ദിരങ്ങൾ, വാദ്യവൃന്ദങ്ങളുടെ ഗാനം ആലപിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്ന ഗോപസുന്ദരി മറന്നിവയെല്ലാം അവിടെ അവർക്ക് കാണാറായി. ഒരു ലതാനികുഞ്ചത്തിനുള്ളിൽ ഗോപീജനങ്ങളിൽ പരിവൃതനായി പരിചരണ വിധേയനായി ശ്രീ രാധാദേവിയോടൊത്ത് മണിമയ സിംഹാസനത്തിൽ ഇരുന്നരുളുന്ന പാലാർക്കപ്രഭയോടെ വിലസുന്ന ആ ഭഗവാന്റെ, ആ പുനതമ്പുരാന്റെ, ആ ശ്യാമസുന്ദരന്റെ വിഗ്രഹങ്ങളുടെ ദൃഷ്ടികൾക്ക് ഗോചരമായി പീതാംബരം ധരിച്ചോടക്കോലും കാലിക്കോലും ധരിച്ച് ശ്രീവത്സം, കൗസ്തുഭം, തള, വള, കടകം, കാഞ്ചി, കുണ്ടലങ്ങൾ, വനമാല എന്നിവയുടെ സർവാഭരണ വിഭൂഷണനായി ഭക്തന്മാരുടെ കണ്ണിന് കർപ്പൂരമായ ഭഗവാൻ അവിടെ വിരാജിച്ചു. സുന്ദരി തദനു നന്ദജൻ, തദനു സുന്ദരി തദനു നന്ദജൻ, സുന്ദരം സുബഹു സുന്ദരം മധുരമന്ദരം മദനകന്ദരം, ഇന്ദിരാരമണൻ ഇന്ദിരാ വിഹൃതി മന്ദിരം, പ്രകൃതി സുന്ദരീ വൃന്ദമൊത്തുപരനിന്ദു തുല്യവദനൻ സദാ നൃത്തമാടിനാൻ നടനമാടിനാൻ. ഭഗവാന് ദൂരെന്ന് കണ്ട പരമശിവനും ആസുരിയും ഗോപികമാർ കാണുക ഭഗവാനെ സ്തുതിച്ചു. രാധാസമേതനായ ഭഗവാൻ പ്രസന്നനായിക്കൊണ്ട് മേഘഗംഭീര സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു, വളരെക്കാലം മഹൈതുകമായ ഭക്തിയോടി കൂടി നിങ്ങൾ തപം ചെയ്തത് കൊണ്ടാണ് ഇവിടെ വെച്ച് ഈ സ്വരൂപത്തിൽ എന്റെ ദർശനം നിങ്ങൾക്ക് ലഭിച്ചത്. നിഷ്കിഞ്ചനന്മാരും ശാന്തന്മാരും ശത്രുക്കളില്ലാത്തവരും എന്റെ മിത്രങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരം ചോദിക്കാം. മഹർഷി മഹാദേവൻ സന്തുഷ്ടരായിക്കൊണ്ട് പറഞ്ഞു, എന്നെന്നും ഈ വൃന്ദാവനത്തിൽ രാധാസമേതം വിരാജിക്കുന്ന അവിടുത്തെ ദർശനം സാധിപ്പിക്കാൻ കാരുണ്യമുണ്ടാവണേ. വേറെ വരങ്ങളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. തഥാസ്തു എന്നരുളി ചെയ്തുകൊണ്ട് ഭഗവാൻ തന്റെ നികുഞ്ച പാർശ്വത്തിലായി വംശീനട സമീപം അവരോട് താമസിച്ചു കൊള്ളാൻ അനുവദിച്ചു. ആ പ്രതിഷ്ഠകൾ ഇന്നും അവിടെ കാണാം ഉണ്ട്. ഗോപശ്രീയായ മഹാദേവനും അതുപോലെ ഗോപശ്രീ ആസുരി മഹർഷിയും ഇന്നും അവിടെ ഉണ്ട്. ഇത്രയും പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഭാഗം ആ പൊന്നുതമ്പുരാന്റെ പാദപത്മങ്ങളിൽ
സമർപ്പിച്ച് നാളത്തേക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒന്ന് കുറച്ച് സമയത്തേക്ക് നമുക്കൊന്ന് ബാക്കി ഭാഗം നമ്മൾ നാളെയല്ലേ പറയണുള്ളൂ. അതിന് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.